ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك وإلي المصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം ചൊരിയപ്പെട്ട, അവൻ്റെ കാരുണ്യം കൊണ്ട് നിറക്കപ്പെട്ട വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭൂമി ലോകത്ത് പലതരം ബന്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ബന്ധങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഭാര്യ ഭർത്തൃ ബന്ധത്തെ നിന്നെ ഞാൻ മൊഴി ചൊല്ലി എന്നൊരു വാക്കുകൊണ്ട് ഒരുപക്ഷെ അകറ്റി നിർത്താൻ സാധിച്ചേക്കാം. ത്വലാഖിലൂടെ ഭാര്യ ഭർത്തൃ ബന്ധം അകലാം. പക്ഷേ എത്ര തവണ ഏത് പദം പ്രയോഗിച്ചാലും അകന്നു പോകാത്ത ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഏതൊക്കെ രൂപത്തിൽ തള്ളിപ്പറഞ്ഞാലും, ഏതൊക്കെ രൂപത്തിൽ അവഗണിച്ച് തള്ളിയാലും ശരി, ആ ബന്ധമൊരിക്കലും അകലുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നൊരു വാചകം 96-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. കല്ല, വേണ്ട മനുഷ്യ, ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യൻ എല്ലാം നേടിയെന്ന് ചിന്തിക്കുന്നൊരു, സ്വയം പര്യാപ്തനായി കാണുന്ന ഒരു കാലം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അൻറആഹുസ്തഅന, അവൻ്റെ ജീവിതത്തിൽ ഒരു പൊങ്ങച്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നൊരു കാലം. പിച്ച വെച്ച് നടക്കുന്ന കാലത്ത് കൈപിടിച്ചു നടന്ന ഉപ്പയെ, കൈപിടിച്ചു നടന്ന ഉമ്മയെ താലോലിച്ച് പോറ്റി വളർത്തി ത്യാഗങ്ങളും കഠിന പ്രയാസങ്ങളും അനുഭവിച്ച മാതാപിതാക്കൾ എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് പോലും മനുഷ്യൻ അകലുന്ന രൂപത്തിൽ അവൻ്റെ ജീവിതം മെച്ചപ്പെട്ടു വരുന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടം അവനിലേക്ക് വരുമ്പോൾ ചില മക്കളിൽ നിന്ന് പ്രകടമാകുന്ന യാഥാർത്ഥ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി എൻ്റെ കാര്യത്തിന് ആരും വേണ്ട, എൻ്റെതൊന്നും ആരും ഇനി നോക്കേണ്ടതില്ല, ഞാൻ മതി എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ പല ആളുകളുടെയും ജീവിത ശൈലി മാറുകയാണ്. പോറ്റി വളർത്തിയ മാതാപിതാക്കൾ എനിക്ക് വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ ഇനി ഞാൻ തന്നെ മതി എന്ന സ്വയം പര്യാപ്തത, ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പെടുന്ന ഒരു കാലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വളർന്നാലും, സമ്പത്തിൻ്റെ മടിത്തട്ടുകളിൽ നമ്മൾ ഉയർന്നാലും, നമ്മൾ ഏതെങ്കിലും അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ടാലും ശരി, ഏത് രൂപത്തിൽ നമ്മൾ ഉയർന്നാലും ശരി, മാതാവും പിതാവുമുള്ള ആ മാതാപിതാക്കളുമായുള്ള ബന്ധം എന്നുള്ളത് എന്നും ആ ഉമ്മയും വാപ്പയും നമുക്ക് മുകളിൽ തന്നെയാണ് എന്ന് ചിന്തിക്കാനുള്ള പക്വതയും ബുദ്ധിയും മനുഷ്യനുണ്ടാവണം. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. കുറേ പണം കയ്യിലേക്ക് വരുമ്പോൾ, കുറേ അധികാരങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, വൈജ്ഞാനിക രംഗത്ത് ഞാൻ എവിടെയോ എത്തി എന്ന് മനുഷ്യൻ്റെ ചിന്തകൾ ആ രൂപത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുമ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെ അകലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന വാചകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മനുഷ്യൻ എത്ര ഏത് ഉന്നതങ്ങളിലേക്ക് എത്തിയാലും ശരി, അവൻ്റെ മാതാവ് അവന് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ കഥകൾ അവന് ഓർത്താൽ, എത്ര ഉയർന്നൊരു മനുഷ്യനാണെങ്കിലും തൻ്റെ ഉമ്മയെ അവൻ കൈവിടുകയില്ല. തൻ്റെ മാതാവിനെയും പിതാവിനെയും
അവൻ വെടിയുകയില്ല. കാരണം അള്ളാഹു പഠിപ്പിക്കുന്ന വാചകം എങ്ങനെയാണ്? 46-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് കാണാം. അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക് തന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മനുഷ്യരോട് നാം വസിയ്യത്ത് നൽകുന്നു എന്ന് അള്ളാഹു പറയാൻ. എന്തിനാണ് ആ വസിയ്യത്ത്? മക്കളോട് അള്ളാഹു ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളുടെ വിഷയത്തിൽ മക്കളോട് അള്ളാഹു വസിയ്യത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളോട് അള്ളാഹു പറഞ്ഞില്ല മക്കളുടെ കാര്യത്തിൽ ഇങ്ങനൊരു വസിയ്യത്ത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പരാമർശങ്ങളിൽ എവിടെയും കാണാൻ സാധ്യമല്ല. അള്ളാഹു നൽകിയ വസിയ്യത്ത് മക്കളോടാണ്. മക്കളെ, മാതാപിതാക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നാം വസിയ്യത്ത് നൽകുന്നു. എന്താണ് ആ വസിയ്യത്ത്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന്. ബിവാലിദൈഹി ഇഹ്സാന എന്ന ഖുർആനിന്റെ പ്രയോഗം. സഹോദരങ്ങളെ, എന്തിനാണ് ആ നന്മ ചെയ്യണമെന്ന് അള്ളാഹു പ്രത്യേകം വസിയ്യത്ത് നൽകാനുള്ള കാരണം എന്താണ്? ഹമലതുഹു ഉമ്മുഹു കുർഹാ, മാതാവ് അവനെ പ്രയാസം പെട്ടുകൊണ്ടവന് ഗർഭം ചുമന്നവളാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആ പ്രയാസം അനുഭവിച്ച് ഗർഭം ചുമന്നവളാണ് ഉമ്മ. ആ ഗർഭകാലത്തെ ഉമ്മ അനുഭവിച്ച പ്രയാസങ്ങളെ അള്ളങ്ങനെ എണ്ണി എണ്ണി പഠിപ്പിക്കുന്നത് കാണാം. പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിച്ചു. 10 മാസക്കാലം എന്ന് നമ്മൾ വർണ്ണിക്കുന്ന ആ കാലയളവിൽ ഉമ്മ അനുഭവിക്കുന്ന ത്യാഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകൾ മറന്നുപോകുന്ന മക്കളുണ്ട്. അടിവരയിടണം ഈ വാചകം. കുടുംബങ്ങളിൽ നിന്ന് മാറി താമസിക്കുമ്പോ, അകന്നു നിൽക്കുമ്പോ, തന്റെ മാതാവിനെയും പിതാവിനെയും പരിഗണിക്കാത്തവരോട്, തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് അതുമാത്രം വലിയ വാചകമായി കാണുന്നവരോട്, നാട്ടിലുള്ള കൂട്ടുകാരന്റെ വാക്കിന് വില കൽപ്പിക്കുകയും സ്വന്തം പിതാവിന്റെ വാക്കിനെ കുപ്പയിലേക്കെറിയുകയും ചെയ്യുന്ന മക്കളോട് അല്ല പറയുന്ന വാചകമാണ്, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെ കഥകളെ റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ്. ഹമലതുഹു ഉമ്മുഹു കുർഹ, ആ ഉമ്മ അനുഭവിച്ച് നിന്നെ പ്രയാസപ്പെട്ട് ഗർഭം ചുമന്നവളാണവൾ. മാത്രമല്ല വവലഅതുഹു കുർഹ, ആ പ്രയാസം സഹിച്ചുകൊണ്ട് അവൾ നിന്നെ പ്രസവിച്ചവളാണ് നിന്റെ മാതാവ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. സഹോദരങ്ങളെ, ആ പ്രയാസങ്ങളെ ഒരു ചെവിയിലൂടെ കേട്ടൊരു ചെവിയിലൂടെ വിടാനുള്ളതല്ല. മക്കളെന്ന നിലക്ക് എത്ര മുതിർന്ന മാതാപിതാക്കളാണെങ്കിലും ശരി, പ്രായം ചെറിയ മാതാപിതാക്കൾ, പ്രായം കുറവാണെങ്കിലും ശരി, അവരെ പരിഗണിക്കേണ്ടവരെ പരിചരിക്കേണ്ടതിന്റെ ഗൗരവം അല്ല ബോധ്യപ്പെടുത്തുകയാണ്. വവലഅതുഹു കുർഹ, ആ ഉമ്മ നിന്നെ പ്രസവിച്ചു. എന്നിട്ടോ ആ ഉമ്മ നിനക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തെ ചുരുക്കി പറയാണ് റബ്ബ്. വഫിസാലുഹു 30 ശഹ്റ, ആ ഉമ്മ നിനക്ക് മുലയൂട്ടിയ കാലവും ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന കാലവും ചേർത്ത് 30 മാസമാണ് ഉമ്മ നിനക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചത്. അടിവരയിടണം പ്രിയമുള്ളവരെ, 30 മാസക്കാലം 30 ശഹ്റ എന്ന ഖുർആനിന്റെ പ്രയോഗം. അറിയുമോ നമുക്ക് ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിലെ ഏറ്റവും ലളിതമായെന്ന് നമുക്ക് തോന്നുന്നത് അവർ അനുഭവിച്ച പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ആ ഉമ്മക്ക് നമ്മൾ എത്ര സ്ഥാനം കൊടുക്കണം? ആ ഉമ്മയെ നമ്മുടെ ജീവിതത്തിൽ എവിടെ നിർത്തണം? ആ ഉപ്പയെ നമ്മൾ എവിടെ നിർത്തണം? പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളെക്കാൾ, നമ്മുടെ അധികാരങ്ങളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ വിജ്ഞാനങ്ങളെക്കാൾ, എല്ലാത്തിനേക്കാളും ഉയർന്നതാണ് അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് നമുക്കുള്ള ഏറ്റവും മഹത്വരമായ ബന്ധമെന്ന് പറയുന്നത് ഉമ്മയോടും വാപ്പയോടുമുള്ള ബന്ധമാണ്. ഒരു നിലക്കും മുഖം കറുപ്പിക്കരുത്, ഒരു നിലക്കും അവരോട് മുഖം കൊട്ടി സംസാരിക്കരുത്. ചൂടായ സ്വരത്തിൽ നിന്റെ ഉമ്മയോട് നീ സംസാരിക്കരുത്. വിഗ്രഹത്തിന്റെ മുന്നിൽ ആരാധന നടത്തുന്ന അതേ ആസറിനോട് ഇബ്രാഹിം നബി ദഅവത്ത് നടത്തുകയാണ്. ഭൂമി ലോകത്തെ പാപങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന മഹാപാപം. ആ ശിർക്ക് എന്ന പാപം ചെയ്യുന്ന പിതാവിനോട് ഉപദേശിക്കുന്ന മകന്റെ ശൈലി എന്താണെന്നറിയോ? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി
എന്റെ പൊന്നുവാപ്പ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഈ പദപ്രയോഗം യാ അബതി, ഉപ്പയോടുള്ള സ്വരം, ഉപ്പാനെ വിളിക്കുന്ന ഏറ്റവും ലളിതമായ സൗമ്യമായ നിലക്കുള്ള വിളി. ദഅവത്ത് നടത്തുമ്പോൾ പോലും, വാപ്പയിൽ ഒരു തെറ്റ് കണ്ടാൽ പോലും വാപ്പ എന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് വേണം ഉപദേശിക്കാനെന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നിങ്ങൾ നോക്കൂ. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രദ്ധേയമായ ഒരു ചരിത്രം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര നടത്തി. ചരിത്രത്തിൽ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജ് യാത്ര ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ആ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ അടുക്കെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വഹാബികളെ, മിഅ്റാജ് യാത്രയിൽ ഞാൻ സ്വർഗത്തിൽ മനോഹരമായൊരു ഖുർആൻ പാരായണം കേട്ടു. സ്വർഗത്തിലൊരു ഖുർആനോത്ത്, സ്വർഗത്തിൽ മനോഹരമായൊരു തിലാവത്ത്, ഖുർആൻ ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ ചോദിച്ചു, ആരുടേതാണ് ആ ശബ്ദം? ആരുടെ ഖുർആനിന്റെ പാരായണമാണ്? ആരാണ് ആ ഖുർആൻ ഓതുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേ മലക്ക് പറഞ്ഞു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആരായിരുന്നു റസൂലേത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബത്തെ, ഹാരിസത്ത് ഇബ്നു നുഅ്മാനാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണമാണ് ഞാൻ സ്വർഗത്തിൽ കേട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിനോട് പറയാണ്, എന്തേ ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന് അങ്ങനെ ഒരു ദറജയിലേക്ക് എത്താനുള്ള കാരണം എന്തെന്നറിയോ? സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ തിലാവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. ഹാദർ റജുലു അക്സറ ബാറൻ ലി ഉമ്മിഹി, തന്റെ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത വ്യക്തിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. സ്വർഗത്തിൽ ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന്റെ ഖുർആനോത്ത് കേട്ടു എന്ന് പഠിപ്പിക്കുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ചെയ്ത പുണ്യകർമ്മങ്ങളിലെ ഏറ്റവും നല്ല പുണ്യകർമ്മമായി റസൂലുള്ള എടുത്തു പഠിപ്പിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പഠിപ്പിക്കുന്നത്, ഹദർ റജുലു അക്സറ ബാറൻ ലി ഉമ്മിഹി, തന്റെ മാതാവിനോട്, തന്റെ പിതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിത്വമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ, സ്വഹാബത്തെ, അതാണ് നിങ്ങൾ ചെയ്യുന്ന പുണ്യം. പുണ്യം എന്ന് പറഞ്ഞാൽ അതാണ്. കദാലിക്കൽ ബിർ, പുണ്യം എന്ന് പറഞ്ഞാൽ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ആ സുഹൃതത്തിന്റെ മഹിമ എത്രയാണ് സഹോദരങ്ങളെ! ആ സുഹൃതത്തിന്റെ മഹത്വം എത്രയാണ് സുഹൃത്തുക്കളെ! ഒരു സ്ഥലമെടുക്കുമ്പോൾ ഉപ്പയോടൊരഭിപ്രായം, ഉമ്മയോടൊരഭിപ്രായം. ഒന്ന് വീട് മാറി താമസിക്കുമ്പോൾ ഉമ്മയെയും വാപ്പയെയും പരിഗണിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് അനുഭവപ്പെട്ടാൽ അത് ഉമ്മയോടൊന്ന് ഷെയർ ചെയ്യാൻ, ഉപ്പയോടൊന്ന് പറയാൻ, ഉപ്പയൊന്ന് കൂട്ടിയിരുത്താൻ, ഉമ്മയോടൊന്ന് ഇണങ്ങിച്ചേർന്ന് നിൽക്കാൻ, അവരെ വെറുപ്പിക്കാതെ, അവരെ വേദനിപ്പിക്കാതെ, അവരോട് എതിർത്ത് സംസാരിക്കാത്ത ഒരു നല്ല മകനായി, മകളായി ജീവിതത്തിൽ മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണ്ടേ, കഴിയണ്ടേ? സ്വയം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കണം. പലരുടെയും ഉമ്മ, പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറുകളിലാണ്. പക്ഷേ നമ്മൾ അവരോട് ചെയ്ത വല്ല മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടി മടങ്ങുകയല്ലാതെ പരിഹാരമില്ല. തൗബ ചെയ്യുക, തൗബ ചെയ്യുക. ജീവിതത്തിൽ തനിക്കൊരു സമ്പത്തും അധികാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, നല്ലൊരു ഭാര്യ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഒരു ഭർത്താവ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ, പിന്നെ എല്ലാം മാതാപിതാക്കൾ പാടെ വേണ്ടെന്ന് വെച്ചവരുണ്ട് ദുനിയാവിൽ. ഒരുപാട് ഉമ്മയും ഒരുപാട് മാപ്പമാരും കണ്ണുനീരോടെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തെ വിലയിരുത്തുന്നിടത്ത് ഉമ്മയെയും ഉപ്പയെയും നമ്മൾ വെച്ചതെവിടെയാണ്, അവർക്ക് നൽകേണ്ട സ്ഥാനം എന്താണെന്ന് ഇസ്ലാമിൻ്റെ ഹദീസുകളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടാവണം ഒരു മുസ്ലിം
മാതാപിതാക്കളെ പരിചരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന കാര്യം അതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ഒന്നുകൊണ്ട് ചോദിക്കുന്നു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അല്ലാഹുവിൻ്റെ റസൂൽ ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അഹഖുന്നാസു ബിഹുസ്നി സാഹിബത്തി, റസൂലേ ഞാൻ ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേരേണ്ടത് ആരോടാണ്? കൂട്ടുകാരോട് ഇണങ്ങിച്ചേരുന്ന മക്കളുണ്ട്, കൂട്ടുകാരോട് ചേരണ്ടെന്നല്ല, അവരുമായുള്ള ബന്ധമൊക്കെ പ്രധാനമാണ്. എല്ലാം പരിഗണിക്കണം. അയൽവാസിയുമായുള്ള ബന്ധം, കുടുംബ ബന്ധം, ആദർശ ബന്ധം, അയൽപ്പക്ക ബന്ധം, ഇതൊക്കെ ബന്ധങ്ങളാണ്. സുഹൃത്ത് ബന്ധങ്ങൾ, ഇതൊക്കെ ബന്ധങ്ങളാണ്. അവർക്കൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സഹവാസം വെച്ച് പുലർത്തേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഉമ്മുക, നിൻ്റെ ഉമ്മയോട്. ഹദീസ് നമ്മൾ കേട്ടതാണ്. സുമ്മമൻ, പിന്നെ ആരാ നബിയെ? ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോടാ റസൂലേ? ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ അബൂക്ക്, നിൻ്റെ പിതാവിനോടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പിതാവിനെ 4ാം സ്ഥാനത്തേക്ക് തള്ളിയതല്ല, മറിച്ച് ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങൾ പല സന്ദർഭങ്ങളിലും പിതാവ് അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഗർഭം ചുമക്കുക എന്ന പ്രവർത്തനം ഒരു പിതാവിൻ്റെ അതിൻ്റെ വേദന അറിയില്ല. അതനുഭവിച്ചത് ഉമ്മയാണ്. മുലയൂട്ടുക എന്ന, പ്രസവിക്കുക എന്ന പ്രവർത്തനം അത് ഉമ്മാൻ്റെ ത്യാഗ. മുലയൂട്ടി ആ 2 കൊല്ലക്കാലം മുലയൂട്ടി വളർത്തുക എന്നുള്ളത് ഉമ്മ അനുഭവിച്ച ത്യാഗ. ആ 3 പ്രത്യേകതകൾ ഉമ്മാക്കുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക്ക 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 എന്ന് 3 തവണ നിൻ്റെ ഉമ്മയോടെന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചപ്പോൾ അബൂക്ക്, നിൻ്റെ പിതാവിനോട്. സഹോദരങ്ങളെ, ഈ 2 ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല തണൽ മരങ്ങളാണ്. വെട്ടിമുറിക്കരുത്, അകറ്റരുത്, വെറുപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. താലോലിക്കാനും സ്നേഹിക്കാനും പ്രത്യേകിച്ച് പ്രായമാകുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കളെ അല്ല പഠിപ്പിക്കുന്നത്, വഖലാ റബ്ബുക, നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളോടും നീ പ്രാർത്ഥിക്കരുതെന്ന് റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു. ആ ഏകദൈവ വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത റബ്ബ് പറയണ വാക്ക് എന്താ അറിയോ? വസൈനൽ ഇൻസാന വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പ്രായത്തിൽ കുറഞ്ഞവരാണെങ്കിലും കൂടിയവരാണെങ്കിലും ശരി, അവർക്ക് നീ നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്ന വാക്ക്, അവർ 2 പേരും അല്ലെങ്കിൽ ഒരാളോ 2 ആളോ നിൻ്റെ അടുക്കൽ വന്ന് നിന്നോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഹദീസിനെ, ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്ന വാചകം കാണാം. ഉഫിൻ എന്ന വാക്ക്, ഛേ എന്നൊരു വാചകം പോലും നിൻ്റെ ഉമ്മയോട്, നിൻ്റെ വാപ്പയോട് നീ പറയരുത് എന്ന്. ആ ഉഫിൻ എന്ന, ഛേ എന്ന വാക്ക് ഒരു മോശപ്പെട്ട വർത്തമാനത്തിലെ ഏറ്റവും ചെറിയ വാക്കെന്നാണ് പണ്ഡിതന്മാർ ആ വാചകത്തെക്കുറിച്ച് വിവരിച്ചത്. ഒരു മോശപ്പെട്ട വർത്തമാനത്തിലെ ഏറ്റവും ലളിതമായ ചെറിയ വാക്ക്. ആ വാക്ക് പോലും നിൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി, നിൻ്റെ വാപ്പാൻ്റെ മുഖത്ത് നോക്കി നീ പറയരുതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നീ അവരെ വെറുക്കരുത്, നീ അവരെ അകറ്റരുത്. ഖൗലൻ കരീമാ, സൗമ്യമായ സംസാരമാണ് നീ അവരോട് നടത്തേണ്ടത്. ഏറ്റവും നല്ല വർത്തമാനമാണ് അവരോട് നീ സംഭാഷണമായി നീ പറയേണ്ട വാക്ക്. അവരെ വെറുപ്പിക്കലല്ല, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിചരിക്കണമെന്ന് മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചെടുത്ത് പറഞ്ഞ വാക്കാ. സഹോദരങ്ങളെ, എന്തെല്ലാം പറയണമെന്നത്തെ മക്കൾ, എന്തെല്ലാം വാക്ക് പ്രയോഗിക്കുന്നത്തെ മക്കൾ. ഉമ്മാൻ്റെ മുഖത്ത് നോക്കി, വാപ്പാൻ്റെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകൾക്ക് കയ്യും കണക്കില്ലാണ്ടായി. ചവിട്ടുന്നവർ, ആക്രമിക്കുന്നവർ, മാതാവിനെയും പിതാവിനെയും
പരിഗണിക്കുകയില്ല എന്ന് മാത്രമല്ല, മർദ്ദിക്കുന്ന മക്കളുണ്ടെന്ന് ഭൂമി ലോകത്ത്, മർദ്ദിക്കുന്നവർ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലായിടത്തും സഹോദരങ്ങളെ, അവരോടുള്ള ബന്ധങ്ങൾ കഴിഞ്ഞിട്ട് മതി അതിൻ്റെ താഴെയുള്ള ആളുകളോടുള്ള ബന്ധങ്ങളൊക്കെ. മറ്റുള്ളവർക്ക് വേണ്ടി മാതാപിതാക്കൾ അവഗണിക്കുന്ന ശൈലി ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മറ്റുള്ളവർക്ക് വേണ്ടി മാതാപിതാക്കളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരുമായി അകലുന്ന ശൈലി ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ വന്നുകൂടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, സഅൽതു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹ്. എന്താ ചോദ്യം? അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പുണ്യകർമ്മം ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന് അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്ത് നിസ്കരിക്കലാണ്, വഖ്ത് തെറ്റാതെ കൃത്യസമയത്തുള്ള നമസ്കാരമാണ്. രണ്ടാമത്തേത് ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മാതാപിതാക്കൾക്കുള്ള പുണ്യം ചെയ്യലെന്ന് പറഞ്ഞതൊക്കെ പെട്ടു. അവരെ ബഹുമാനിക്കലും ആദരിക്കലും അവർക്ക് പരിചരണങ്ങൾ നൽകലും എല്ലാം അതിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നുമ്മാൻ്റെ കൈ പിടിച്ച് ഉപ്പാൻ്റെ കൈയൊക്കെ ഒന്ന് ഇടക്ക് പിടിച്ചിട്ട് ഒന്ന് ചോദിക്കുക, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇങ്ങനെ വെറുപ്പ് കാണിച്ചതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഉപ്പ അങ്ങനെ തൃപ്തനല്ലേ എന്ന് ഉപ്പയോട്, എൻ്റെ കാര്യത്തിൽ ഉമ്മ നിങ്ങൾ തൃപ്തയല്ലേ എന്ന് ഉമ്മയോട് ഒരു ചോദ്യം സഹോദരങ്ങളെ നമുക്കാവാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോയി കിട്ടും. അതൊക്കെ ഉണ്ട് അകലും. ആ എന്തെങ്കിലും മകനെക്കുറിച്ച് മകളെക്കുറിച്ചൊരു മോശപ്പെട്ട ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകും. അതുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, അവരെ ഒന്ന് കൂട്ടിപ്പിടിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട്, എൻ്റെ ഉമ്മാനെ തോളത്തിരുത്തിയിട്ട് കഅബ തവാഫ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വരുന്നത്. എങ്ങനെ? എൻ്റെ ഉമ്മാനെ ഞാൻ തോളത്തിരുത്തിയിട്ട് കഅബ തവാഫ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. റസൂലേ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മയോട് എനിക്കുള്ള കടപ്പാട് തീർന്നോ? കഅബ തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ 7 തവണ തവാഫ് ചുറ്റുമ്പോഴാണ് ഒരു തവാഫാകുക. ഉമ്മയെ തോളത്തിരുത്തിയിട്ട് കഅബ തവാഫ് ചെയ്ത് നടക്കാൻ കഴിയാത്ത ഉമ്മാക്ക് പരിഗണന നൽകി ഉമ്മയെ തോളത്തിരുത്തി തവാഫ് ചെയ്തു വരുന്ന വ്യക്തി റസൂലുള്ളാഹിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കാണ്, എൻ്റെ ഉമ്മാനോട് എനിക്കുള്ള കടപ്പാട് തീർന്നോ? അദ്ദേഹം പറഞ്ഞ വാക്ക്, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ 100-1 നീ ചെയ്തു തീർത്തിട്ടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിലിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് സ്വഹാബികൾ ചുറ്റിലിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ ഉമ്മ ഹലീമത്തു സഅദിയ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോറ്റുമ്മയാണ്. പ്രസവിച്ച ഉമ്മല്ല, പെറ്റുമ്മല്ല, പോറ്റുമ്മ. 6ാമത്തെ വയസ്സിൽ പെറ്റുമ്മ മരിച്ചു. പിന്നെ വളർത്തിയ ഉമ്മയാണ് വരുന്നത്, ഹലീമ ബീവി. ഹലീമത്തു സഅദിയ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ മുന്നിൽ നിന്ന് സ്വഹാബികൾ കാണുന്ന രൂപത്തിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് നിന്നു. ഉമ്മ കയറി വന്നപ്പോൾ എന്നിട്ട് തോളത്തുള്ള തുണിയെടുത്തു. റസൂലുള്ളാഹിന്റെ തോളിൽ ഒരു ഷാളുണ്ട്, ആ തുണിയെടുത്തു. റസൂൽ ഇരുന്ന സ്ഥലം തട്ടി, ഒന്ന് പൊടി തട്ടണ പോലെ ഒന്ന് തട്ടി വൃത്തിയാക്കി. അവിടെ വൃത്തികേടുണ്ടായിട്ടല്ല, സ്വഹാബത്ത് കാണണം ഉമ്മയെ പരിചരിക്കേണ്ട രൂപം. ഇരിക്കുന്ന സ്ഥലം തട്ടിയിട്ട് ഉമ്മാനെ പിടിച്ചവിടെ ഇരുത്തി. ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പോറ്റുമ്മാനോട് പോലും കാണിച്ച മര്യാദയുടെ മഹിമ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്രങ്ങളിൽ നിന്ന് പാഠമാണ്. നമ്മളെവിടെയാണ്? കുടുംബരംഗത്ത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മാതാപിതാക്കൾക്ക് പരിചരണങ്ങൾ നൽകുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഖൽബിൻ്റെ ഉള്ളിൽ തട്ടി ചിന്തിക്കണം. നമ്മളൊരു കുടുംബമായപ്പോൾ, നമ്മളൊരു സ്ഥാനത്തെത്തിയപ്പോൾ, പിന്നെ ഉമ്മ വേണ്ട എന്ന് തോന്നുന്ന ചിന്തയിലേക്ക് എത്തിയോ? പിന്നെ വാപ്പ വേണ്ട എന്ന്
തോന്നുന്ന ചിന്തയിലേക്ക് എത്തിയോ, ഖൽബിന്റെ ഉള്ളിൽ തട്ടി നമ്മൾ ആലോചിക്കണം, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസുകളും ആയത്തുകളുമൊക്കെ നെഞ്ചിലേറ്റാൻ കഴിയുന്ന മുഅ്മിനീങ്ങളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اتقوا الله عباد الله، أوصيكم ثانيا بتقوى الله. الله سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ബന്ധങ്ങളിലെ ഏറ്റവും മഹത്വരമായ ശ്രേഷ്ഠമായ ബന്ധമായി മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നു. മദീനയിലെ പ്രഗത്ഭ പണ്ഡിതൻ അബ്ദുർ റസാഖ് അൽ അബ്ബാദ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ചില മക്കളുടെ സ്വഭാവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മക്കൾക്കുള്ള 5 രൂപങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആയത്തുകളും വിശദീകരിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ വിവരിക്കുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കാൻ, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത മക്കളുണ്ട്. ആ മക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഹാഉലാഇ ഹുമുൽ ആഖൂൻ, അവർ മാതാപിതാക്കളുമായി ബന്ധം മുറിച്ചവരാണ്. ഹുമുൽ ആഖൂൻ എന്നാണ്. മാതാവും പിതാവും പറഞ്ഞ വിഷയത്തെ അനുസരിക്കാത്ത മക്കൾ. സഹോദരങ്ങളെ, നമ്മൾ എത്ര മുതിർന്നാലും ശരി, എത്ര ഉയർന്നാലും ശരി, ഉപ്പാൻ്റെ വാക്കിന്, ഉമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ നമ്മുടെ ചിന്തക്കും നമ്മുടെ അഭിപ്രായങ്ങളെക്കാളൊക്കെ ഒരു താഴെ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ, ഒരു പഴഞ്ചൻ അഭിപ്രായമായി നമുക്ക് തോന്നിയേക്കാം. എന്നാലും ആ വാക്കിനൊരു വില കൽപ്പിക്കാൻ നമുക്ക് കഴിയാം. അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞാൽ എങ്കിൽ ഓക്കെ എന്നൊരു സമ്മതം മൂളിയിട്ടെങ്കിലും അവർക്കൊരു തൃപ്തി പറയുന്ന, സംതൃപ്തമായൊരു ശൈലിയിൽ മറുപടി പറയുന്ന ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കാൻ. രണ്ടാമത്തത് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, മാതാപിതാക്കൾ പറയുന്നത് ചില മക്കൾ അനുസരിക്കും. പക്ഷേ ആ അനുസരണം വെറുപ്പോടുകൂടിയായിരിക്കും. വെറുപ്പോടുകൂടി അനുസരിക്കുക. ഉപ്പ പറഞ്ഞിട്ടല്ല, ഇനിയിപ്പോൾ ചെയ്യാതൊക്കെ ഇപ്പം എങ്ങനെ എന്ന രൂപത്തിലൊരു വെറുപ്പോടുകൂടി ഉമ്മാനെയും വാപ്പാനെയും അനുസരിക്കുന്ന മക്കളുണ്ട്. അതും ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമാകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കളെ അനുസരിക്കും ചില മക്കൾ, പക്ഷേ ചെയ്ത നന്മകൾ ഇങ്ങനെ എടുത്തു പറയും. ഉപ്പാനോട് ഉമ്മാനോട് ഞാൻ ചെയ്തെന്നിട്ടല്ലേ, എൻ്റെ പൈസ കൊണ്ടല്ലേ, ഞാൻ ഉണ്ടാക്കി തന്നല്ലേ, നിങ്ങൾക്ക് ഞാനല്ലേ ചെയ്തെന്നത്, ഓനൊന്നുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുന്നിൽ ചെയ്തതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മക്കളുണ്ട്. അതും ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ പാടുള്ളതല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ പറഞ്ഞതെല്ലാം, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന മക്കൾ. അവരെക്കുറിച്ച് ഇസ്ലാമിക ലോകം പറഞ്ഞത് നല്ല മക്കളെന്നാണ്. നല്ല മക്കളാണ്. നമ്മുടെ മക്കൾക്ക് ഈ 5 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട 5 കാര്യങ്ങളാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിവരിച്ച ഈ 5 കാര്യങ്ങൾ. അവർ നല്ല മക്കളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നു. എന്നാൽ ഏറ്റവും നല്ല മക്കളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അദ്ദേഹം പഠിപ്പിക്കുന്ന വാചകം, മാതാപിതാക്കൾ ആവശ്യപ്പെടാതെ, ചോദിക്കാതെ, മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പരിഹരിക്കുന്ന മക്കളുണ്ട്, പരിചരിക്കുന്നു. വേറൊരാൾ ഉപദേശിക്കേണ്ട ആവശ്യമല്ല, വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, മാതാപിതാക്കൾ ചോദിക്കേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന മക്കളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരാണ് നന്മ ചെയ്യുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിവരിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാം.
അതുകൊണ്ട് സഹോദരങ്ങളെ, നിരന്തരം നമ്മുടെ ജീവിതത്തെ നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, ഇബാദത്തുകളുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ആഖിറത്തെ ബാധിക്കും. റിള റബ്ബി ഫീ റിളൽ വാലിദൈനി സുഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിൻ്റെ കോപം. ഒരു പ്രായമായി നല്ലൊരു ബൈക്കും കയ്യിൽ കിട്ടി, സൈലൻസറിന് ഓട്ടിം വെച്ച് കയ്യിലൊരു മൊബൈലും കിട്ടിയാൽ പിന്നെ ഉമ്മിയും വാപ്പയൊന്നും വേണ്ട. ലോകം തിമിർക്കുന്ന മക്കളുണ്ടെന്ന് വളർന്നു വരുന്ന മക്കളിൽ അവർക്ക് പകർന്നു കൊടുക്കണം, അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കരളുരുകിക്കൊണ്ട് റബ്ബിനോട് പറയണം, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നവൻ നീയാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ഞാൻ എത്ര സമ്പത്ത് കൊടുത്താലും, ഞാൻ എത്ര എൻ്റെ അധികാരങ്ങൾ കണ്ട് അവർക്ക് എത്ര സന്തോഷങ്ങൾ ഞാൻ നൽകിയാലും, പടച്ചോനെ, നിന്റെ ഖജനാവിൽ നിന്ന് നീ കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ ഭാഗത്തേക്ക് എൻ്റെ കാരുണ്യമുള്ള എൻ്റെ പ്രവർത്തനം എത്തൂല. എൻ്റെ സമ്പത്ത് എത്ര കൊടുത്താലും അത് തികയില്ല. അതുകൊണ്ട് പടച്ചോനെ, നീ എൻ്റെ ഉമ്മാക്കുപ്പാക്കും നിന്റെ കാരുണ്യം നീ ചൊരിഞ്ഞു കൊടുക്കണമല്ല എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയ ആ മാതാപിതാക്കൾക്ക് നിൻ്റെ കരുണ നീ നൽകണമെന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുമെന്ന തീരുമാനമെടുക്കുക. ഉമ്മയോടും ഉപ്പയോടും അടുത്ത് ചെന്നിരുന്ന് അവരുടെ കൈപിടിച്ച് പൊരുത്തപ്പെടിക്കുക. മരിക്കണതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് ഒന്ന് പൊരുത്തപ്പെടിക്കുക. വെറുതെ പൊരുത്തപ്പെടിക്കാം, നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ചെന്ന് കൈപിടിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം കേട്ടോ എന്നൊക്കെ ഒരു വർത്താനം പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷവും ആനന്ദവും സഹോദരങ്ങൾ. അപ്പോൾ ആ സമയത്ത് അവരുടെ കൽബിൽ നിന്ന് നമുക്ക് വേണ്ടി വരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് റഹ്മാനായ റബ്ബിലേക്ക് എത്തും. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഈ ബന്ധത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ചേർത്ത് പിടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമി ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു സലാമത്ത്, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അതെല്ലാവർക്കും അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ കടം കൊണ്ട് വലയുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഹലാലായ മാർഗത്തിൽ അവരുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد.